So unit cell measurement example 1.3 ആണ്. Let us consider an equation half mv square is equal to mgh, where m is the mass of the body, v is its velocity, g is the acceleration due to gravity, and h is the height. Check whether this equation is dimensionally correct. അതായത് ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് ഹാഫ് എം വി സ്ക്വയർ ഇസ്കൽ എം ജി എച്ച്. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഇത് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ എൽ എച്ച് എസും ആർ എച്ച് എസ് കൊടുത്തിട്ട് അത് രണ്ടും ഈക്വൽ ആണോ ഡയമെൻഷനലി എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് ഒരു കീ പോയിൻറ്റ്സ് പറഞ്ഞുതരാം. മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, എം ആണ്. പിന്നുള്ളത് വെലോസിറ്റിയുടേത്, ഇതൊക്കെ നിങ്ങൾ കാണാപാഠം പഠിക്കേണ്ടതാണ് കേട്ടോ. LT-1 ഇതെന്തുകൊണ്ടാണ് LT-1? കാരണം മീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ വെലോസിറ്റീൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഏതാണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് ജി എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സലറേഷൻ്റെ എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം അല്ല. ഓക്കെ, റിയലി സോറി അബൌട്ട് ദാറ്റ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് LT-2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളത് എച്ച് എന്താണ് മീറ്ററിൽ തന്നെ വികാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് L എന്ന് പറയും. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ള ഡയമെൻഷൻസ്. ഓക്കെ, ഇതൊക്കെ അറിയേണ്ടതാണ്, എന്തായാലും പഠിക്കട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇനി LHS എടുത്ത് നോക്കാം. LHS അതായത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്, ഹാഫ് എം വി സ്ക്വയർ ആണ്. ഈ ഹാഫിന് എന്തുണ്ടാവില്ല, ഡയമെൻഷൻ ഇല്ല. ഓക്കെ, അതായത് ഈ നമ്പേഴ്സിനൊന്നും ഡയമെൻഷൻ ഉണ്ടാവില്ല. പിന്നുള്ളത് മാസും വെലോസിറ്റിയാണ്. മാസിൻ്റെത് എന്താണ്, ഞാൻ നേരത്തെ അവിടെ എഴുതിക്കണ് എം ആണ് എന്ന് എഴുതിക്കണ്. വെലോസിറ്റി എന്താണ് LT-1 എന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് എത്ര കിട്ടുക, എം പിന്നെ L എത്ര, L 2 വരും, L സ്ക്വയർ എന്ന് വരും. L സ്ക്വയർ T-1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ T-2 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ LHS വരുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ഒന്ന് നട്ടേക്കാം. ഇനിയുള്ളത് RHS നോക്കുമ്പോൾ അവിടെ ഉള്ളത് M × G × H ആണ്. അതിൻ്റെ ഡയമെൻഷൻ എടുക്കുമ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് M ആണ്. ഗ്രാവിറ്റേഷൻ അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിൻ്റെത് പറയുന്നത് നമ്മൾ LT-2, അതായത് ആക്സലറേഷൻ്റെ ഇത് ഡയമെൻഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ എച്ചിൻ്റേത് ഒരു എല്ലും. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു എം ഉണ്ട്, പിന്നെ L ഇവിടെ 1 2 L ഉണ്ട്. അപ്പോൾ L സ്ക്വയർ, പിന്നെ ഓൾറെഡി ഒരു T-2 ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു RHS എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും എന്ത്, ഈ 1ഉം പിന്നെ ഈ ഒരു 2ഉം ഇതെന്താണ് ഈക്വലാണ്. അതായത് LHS ഈസ് ഈക്വൽ ടു RHS, ഹെൻസ് ഡയമെൻഷനലി കറക്റ്റാണ്. ഓക്കെ, താങ്ക് യു.